മാനവികതയുടെ ചരിത്രമെഴുതി സ്കൂൾ കലോത്സവം. ഗുരുതരമായ വാസ്കുലൈറ്റിസ് രോഗം ബാധിച്ച ഓൺലൈനായി അറബിക് പോസ്റ്റർ ഡിസൈനിംഗ് മത്സരത്തിൽ പങ്കെടുത്ത സിയ ഫാത്തിമയ്ക്ക് എ ഗ്രേഡ്. മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്ന സിയ ഫാത്തിമ. മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. മന്ത്രി ഇങ്ങനെ ആക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. സ്വാതി സന്തോഷ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സ്വാതി, കലോത്സവത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് ഓൺലൈനായി ഒരു വിദ്യാർത്ഥിനിക്ക് ഇത്തരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ആ കുട്ടിക്ക് കൂടി ഇത്തരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതല്ലേ? തീർച്ചയായും അക്ഷയ്, വേദനയെ തോൽപ്പിക്കുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ സന്ദേശം, അത്തരത്തിലൊരു പേരുകൂടിയാണ് സിയ ഫാത്തിമ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയും. സിയയ്ക്ക് കാസർഗോഡ് സ്വദേശിയാണ്. വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന മാരക രോഗം ബാധിച്ച സിയ ഫാത്തിമയ്ക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ സിയ ചികിത്സയുടെയൊക്കെ ഭാഗമായി ക്വാറന്റൈനിൽ തുടരുകയുമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ നിശ്ചയദാർഢ്യം സിയ ഫാത്തിമയ്ക്കുണ്ടായിരുന്നു. അത് നേരിട്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിലൊരു ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ഓൺലൈനായി അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ പങ്കെടുക്കാമെന്നുള്ള ഉറപ്പ് സംസ്ഥാന സർക്കാർ സിയയ്ക്ക് നൽകുകയായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് വേദി 17-ലാണ് സിയ ഫാത്തിമയുടെ ഓൺലൈനായിട്ടുള്ള മത്സരം നടന്നത്. മത്സരം അവസാനിക്കുമ്പോൾ അതിലേറെ സന്തോഷമേറുന്ന വാർത്ത കൂടിയാണ്. സിയയ്ക്ക് എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. മികവാർന്ന വിജയം തന്നെയാണ് സിയ നേടിയിട്ടുള്ളത്. മാത്രമല്ല മന്ത്രിമാരൊക്കെയും തന്നെയും സിയെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചരിത്രത്തിൽ തന്നെ ഇതൊരു കുറിച്ചു വെക്കേണ്ട, സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ഇതുവരെയും സംഭവിക്കാത്ത ചില മാതൃകകൾ കൂടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് പറയാം. അക്ഷയ്. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.